എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഫോട്ടോയിൽ കാണുന്ന മുജീബ് റഹ്മാൻ ഓപ്പറേഷൻ സിന്ദൂർ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഏഴിമല നാവൽ അക്കാദമിയിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, INS വിക്രാന്ത് ഇപ്പോൾ എവിടെയാണുള്ളത്, കരയിൽ നിന്ന് എത്ര നോട്ടിക്കൽ മൈൽ ദൂരത്താണുള്ളത്, അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അടക്കം ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് ഉടൻ വേണം. എൻ്റെ പേര് രാഘവൻ നമ്പൂതിരി എന്നാണ്, ഞാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. വിത്തിൻ 5 minutes എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് വേണം എന്നാണ് അവിടെ ഫോൺ ചെയ്തത്. അപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്ത ആൾക്ക് സംതിങ് ഫിഷിയാണെന്ന് തോന്നി. ഇത് ഫേക്ക് കോളാണ് മനസ്സിലായി. അപ്പോൾ തന്നെ അവർ ഇന്റേണൽ സൈബർ വിങ്ങിൽ കണക്ട് ചെയ്യുന്നു. പക്ഷേ ആ സമയത്ത് അവർക്ക് കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഏത് നമ്പറാണ് കറക്റ്റ്, ആരാണ് ഫോൺ നമ്പറിന് ഉടമ ആരാണെന്ന് ശരിക്കും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അവർ പോലീസിനെ അറിയിക്കുന്നു. പോലീസിനും ഉടൻ തന്നെ പെട്ടെന്ന് തന്നെ, അതായത് പോലീസിൻ്റെ ആ ഒരു മെക്കാനിസം ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഇവനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഏത് നമ്പർ, ഈ നമ്പറൊക്കെ വെച്ച് ലൊക്കേഷൻ ഏതാണെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സൈബർ സെല്ലിൻ്റെ സഹായത്തോട് കൂടിയാണ് ഇവൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, പിൻകോഡ് അടക്കം പിന്നീട് പിടിക്കുന്നത്. അതായത് കോഴിക്കോട് സ്വന്തം സഹോദരിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പോലീസ് അപ്പോൾ തന്നെ ഇവനെ പൊക്കി ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ ഫോൺ പരിശോധിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഈ ടെറർ ആക്ടിവിറ്റീസുമായിട്ടുള്ള ഒരുപാട് തെളിവുകൾ ഇവൻ്റെ ഫോണിൽ നിന്ന് ലഭിച്ചു എന്നാണ് വിവരം. അപ്പോൾ ഇവൻ കൂടുതലും, അതായത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ കൂടുതലും ഫോളോ ചെയ്യുന്ന, അതായത് സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കൂടുതൽ ഇവൻ ഫോളോ ചെയ്യുന്ന പേജുകൾ പാകിസ്ഥാൻ ബേസ്ഡ്, ഈ മിലിറ്ററി ബേസ്ഡ്, ടെററിസ്റ്റ് ബേസ്ഡ്, അവരെ അങ്ങനെയുള്ള പേജുകളായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിൽ വീഡിയോസ് കാണാം. പിന്നെ എന്താ പറയുക, ഹമാസിൻ്റെ അത്തരത്തിലുള്ള അവർ ഓരോ എന്താ പറയുക, ഓരോ ചാവേർ ആക്രമണം നടത്തി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അത്തരത്തിലുള്ള വീഡിയോകൾ കാണാം. പിന്നെ ഇത്തരം ആർട്ടിക്കിൾസ്, ട്രാൻസ്ലേറ്റഡ് വേർഷൻ കുറേ ഇതൊക്കെ കാണാം. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഇവൻ്റെ ഫോണിൽ നിന്ന് കണ്ടെടുത്തു. കൂടാതെ മാത്രമല്ല, കുറേ ചാവേർ ആക്രമണം നടത്തിയ ആൾക്കാർ, ചാവേർ ആക്രമണം നടത്തുന്നതിന് മുന്നേ തന്നെ പറയുന്ന കാര്യങ്ങൾ, അതായത് അവർ ഈ മതത്തിൻ്റെ റിലേറ്റഡ് ചെയ്ത കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അതായത് ഷോപ്പിയാനിൽ ഇന്ത്യൻ സേനയുടെ ആക്രമണത്തിൽ മരിക്കുന്നതിന് മുന്നേ ഒരു തീവ്രവാദി സ്വന്തം ഉമ്മയെ വിളിച്ചിട്ട് പറയാണ്, എന്താ പറയുക, ഉമ്മ കരഞ്ഞു പറയണം മോനെ എങ്ങനെയെങ്കിലും കീഴടങ്ങാൻ. അപ്പോൾ അതിന് മുന്നേ എന്താ പറയുക പറയണം, തീവ്രവാദി പറയണം, മറുപടി കൊടുക്കുകയാണ്, സൈന്യം വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം കീഴടങ്ങണോ വേണ്ടിയോ. അത്തരത്തിലുള്ള കുറേ വീഡിയോസ് ഈ ചാവേർ ആക്രമണം നടത്തുന്നതിന് മുന്നേയുള്ള, അതായത് തീവ്രവാദികൾ പറയുന്ന വീഡിയോസ് ഇവൻ്റെ മുജീബ് റഹ്മാൻ്റെ ഫോണിൽ നിന്ന് കിട്ടിയെന്നാണ് വിവരം. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുകയാണെങ്കിൽ ഇവനൊരു ചാവേർ ആക്രമണം നടത്താൻ പദ്ധതി ഇട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലാണ്ട് കറക്റ്റ്, അതായത് ഇന്ത്യ പാകിസ്ഥാൻ ആണെങ്കിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും ഈഗർലി വെയിറ്റിംഗ് ആണ്. അതായത് ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു നാശനഷ്ടം ഉണ്ടാവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അതായത് ഇന്ത്യ തന്നെ പാകിസ്ഥാൻ്റെ F-16 2 വിമാനങ്ങൾ വെടിവെച്ചിട്ടു. പിന്നെ ഒരുപാട് അവർ എയർബേസുകൾ അറ്റാക്ക് ചെയ്തു. അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ അവർക്കുണ്ടാക്കി. പക്ഷേ ഇന്ത്യയുടെ സൈഡിൽ നിന്ന് അവർ ഇങ്ങോട്ട് അയക്കുന്ന ഒരു ഡ്രോണുകൾ പോലും ഇവിടെ വീഴുന്നില്ല. ഒരാൾക്ക് പോലും പരിക്കേൽക്കുന്നില്ല. അതിർത്തിയിൽ ഷെല്ലാക്രമണത്തിലാണ് കുറച്ച് ഗ്രാമീണർ കൊല്ലപ്പെട്ടത്. അല്ലാതെ അവരാക്രമിച്ച ഡ്രോൺ ഉപയോഗിച്ചിട്ടൊക്കെ അറ്റാക്ക് നടത്തിയതിൽ ഒരു നാശനഷ്ടം ഇവിടെ ഉണ്ടാവുന്നില്ല. നമ്മുടെ ഡിഫൻസ് സിസ്റ്റം, എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് S-400 ആകാശം അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇൻറ്റഗ്രേറ്റഡ് ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഉള്ളതുകൊണ്ട് ഒരു ഡ്രോണും ഒരു മിസൈലും ഒരു എയർക്രാഫ്റ്റ് പോലും ഇവിടെ പതിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ പാകിസ്ഥാൻ ഒരു പരിങ്ങലായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ മുജീബ് റഹ്മാൻ പെട്ടെന്ന് എന്താ പറയുക, നേവൽ അക്കാദമിയിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ് INS വിക്രാന്ത് എവിടെയാണ്. INS വിക്രാന്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ എന്താ പറയേണ്ടത്, ഇത് വിമാനം ക്യാരി ചെയ്യാൻ പറ്റുന്ന, എയർക്രാഫ്റ്റ് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പലാണ്. നമ്മൾ കൊച്ചി ഷിപ്പ്യാർഡിൽ നിന്നാണ് അതിൻ്റെ പണികളൊക്കെ പൂർത്തിയാക്കി. ഈ അടുത്ത കാലത്താണ് പ്രധാനമന്ത്രി കൊച്ചി ഷിപ്പ്യാർഡിൽ വന്നിട്ട് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ ആ സമയത്ത് എന്താ പറയുന്നത്, ഈ INS വിക്രാന്തിൻ്റെ വിവരങ്ങളൊക്കെ നമ്മൾ TV ചാനലിലൂടെയൊക്കെ കണ്ടാണ്. ഇതിൻ്റെ കപ്പാസിറ്റി എന്താണ്, ഇതിൻ്റെ ക്യാപ്പബിലിറ്റി എന്താണ്, എത്രത്തോളം ഡിസ്ട്രക്റ്റീവാണ്, എത്രത്തോളം നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് ഇത് ഗുണമാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് വീഡിയോ ഒരുപാട് കേരളത്തിലെ പ്രമുഖ എന്താ പറയുക എല്ലാ ന്യൂസ് ചാനലുകളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകളും അതിൻ്റെ കുറേ എന്താ പറയുക വീഡിയോ ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവൻ്റെ ഫോണിൽ. അപ്പോൾ എല്ലാം കൂടി കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ, അതായത് ഇവനൊരു പാകിസ്ഥാൻ്റെ ഒരു ചാരനാണോ, അതായത് പാകിസ്ഥാൻ പരിങ്ങളിൽ നിൽക്കുന്ന ആ സമയത്ത് ഇവിടെ INS വിക്രാന്ത് പോലത്തെ ഒരു എന്താ പറയുക ഇതൊക്കെ തകർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, എന്നിട്ട് പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന ഈ രാഘവൻ നമ്പൂതിരി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ NIA എന്തായാലും വിശദമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവൻ മാനസിക രോഗിയാണെന്ന്. അപ്പോൾ മാനസിക രോഗത്തിൻ്റെ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഇത് മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഡോക്ടറും ഇതിൻ്റെ എന്താ പറയുക അന്വേഷണ പരിധിയിലാണ്. ആ ഡോക്ടറെയും അധികം വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പറയുന്നത്. അതായത് ഫുൾ വൈരുദ്ധ്യങ്ങളാണ്, പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ വൈരുദ്ധ്യങ്ങളാണ്. അതായത് അത് പറയുന്ന ഏറ്റവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അധികം വിദ്യാഭ്യാസമില്ല എന്ന തരത്തിലാണ് സംസാരിച്ചത്. അപ്പോൾ അതിൽ നിന്ന് ഫസ്റ്റ് പോയിന്റ് തന്നെ അവിടെയാണ്. അതായത് ഇവിടെ വിളിച്ച് നേവൽ അക്കാദമിയിൽ വിളിച്ച് സംസാരിച്ചതിന് ഹിന്ദിയിലാണ്, അത്യാവശ്യം ഹിന്ദിയിലാണ്. പിന്നെ എത്ര നോട്ടിക്കൽ മൈൽ ദൂരത്താണ് ഇപ്പം കപ്പലുള്ളത്, അതിന് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും, ഇതൊക്കെ ടെക്നിക്കൽ ടേംസാണ്. ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും എന്താ പറയുക, ഇതിൻ്റെ ഒരു കോർഡിനേറ്റ്സ് ആണ്. കറക്റ്റ് ആ കോർഡിനേറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ കിട്ടും. ഒരുപാട് സൈറ്റുകളും ആപ്പുകളും ഒക്കെ അവൈലബിൾ ആണ്. ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരും. അപ്പോൾ ഇത്രയും പ്രിസൈസ് ആയിട്ട് കാര്യങ്ങൾ ചോദിക്കണം, അത്യാവശ്യം ടെക്നിക്കൽ നോളജ് വേണം അല്ലേ. അപ്പോൾ അതാ പറയുന്നത്, ഇവൻ്റെ വാക്കുകളിലൊക്കെ വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ ഇവൻ ചില്ലറക്കാരനല്ല, എന്തായാലും ചില്ലറക്കാരനല്ല. കറക്റ്റ് ഈ മാനസിക രോഗി എന്താണ് കറക്റ്റ് നമ്പർ തപ്പി പിടിച്ചിട്ട് നേവൽ അക്കാദമി, നേവൽ അക്കാദമിയിലേക്ക് തന്നെ വിളിച്ചത്, വേറെ എവിടെയെങ്കിലും വിളിച്ചൂടെ മാനസിക
മാനസിക രോഗികൾക്ക്. കറക്റ്റ് അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഇത് സ്റ്റാൻഡ് ഓഫ് നടക്കുന്ന സമയത്ത് തന്നെ ഇത് ചോദിക്കണമെങ്കിൽ പിന്നിൽ അതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്തായിരിക്കും? അപ്പോൾ ഇവൻ ചില്ലറക്കാരനല്ല, ഇവനെന്തോ സംതിങ് ബിഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നടക്കും, അതായത് പാകിസ്ഥാൻ ലോക ഇതിൻ്റെ മുന്നിൽ തന്നെ നാണം കെട്ടിയിരിക്കുന്ന ഒരവസ്ഥയിൽ ഇന്ത്യയിൽ ഒരു ചാവേർ ആക്രമണം, കേരളത്തിലൊരു ചാവേർ ആക്രമണം നടത്താൻ പദ്ധതി ഇട്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പോലീസ് തന്നെ ഉണ്ടല്ലോ, പോലീസ് തന്നെ ഫസ്റ്റ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു പെട്ടെന്ന് ഇവനെ നമ്പർ ട്രാക്ക് ചെയ്യാൻ വേണ്ടി. അതിൽ തന്നെ ചില ദുരൂഹതകൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് കേട്ടോ. പിന്നെ അതുമാത്രമല്ല ഇവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ. ഒരുപാട് ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി ഈ അടുത്ത കാലത്ത് വന്നില്ലേ, വിഴിഞ്ഞത്ത് വന്നില്ലേ? അപ്പോൾ പ്രധാനമന്ത്രി അവിടെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വരുമ്പോൾ അവിടെ ഒരു സ്ഥലത്തും കറണ്ടില്ല, പോകുന്ന വഴിയിലും കറണ്ടില്ല. പിന്നെ എന്താ പറയേണ്ടത്, ബോംബ് ഭീഷണി, റെയിൽവേ സ്റ്റേഷനിലെ സെക്രട്ടേറിയറ്റ് എയർപോർട്ടിലൊക്കെ ബോംബ് വെക്കുന്നു. ഇതൊക്കെ ആരോടോ വിളിച്ചു പറയുന്നത്? കേരളത്തിൽ നിന്ന് വിളിച്ചു പറയുന്നത്. ഇതൊന്നും ഇവിടെ നിന്ന് ആരും വാർത്തയാക്കുന്നില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ആൾക്കാർ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് പിടിക്കപ്പെടുമ്പോൾ മാനസിക രോഗമായിട്ടാണ് വരുന്നത്. അതൊരു വളരെ ഗുരുതരമായ ഒരു തെറ്റാണ്. പോലീസ് അത്തരത്തിലുള്ള ഇതിനെ എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല. അത് തക്കതായ ശിക്ഷ ഇതെങ്ങനെ കൊടുത്തില്ലെങ്കിണ്ടല്ലോ വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇന്ന് രാഘവൻ നമ്പൂരി ആയിരിക്കും, നാളെ നാരായണൻ തിരുമേനി ആയിരിക്കും, മറ്റന്നാൾ ദാമോദര പൊതുവാളായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനത്തെ ആളുകൾ ഇങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കും, പുതിയ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതേ കാര്യം തന്നെ സിദ്ദിഖാപ്പിൻ്റെ കേസിൽ തന്നെ ഹത്രാസിൽ അവിടെ ഇതുണ്ടാക്കി സിദ്ദിഖാപ്പിനകത്ത് UAP ചുമത്തി ജയിലിലടച്ചില്ലേ. കുറച്ചു കാലം ജയിലിലടച്ചിട്ട് ജാമ്യമൊക്കെ അപേക്ഷിക്കുമ്പോൾ എന്താ പറയേണ്ടത്, അവിടെ പറയുകയാണ് ജാമ്യം കൊടുക്കുമ്പോൾ ഇത് പറയല്ലോ ഒരു കാരണങ്ങൾ. സിദ്ദിഖാപ്പിന് മാനസിക അസുഖമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്, അതുകൊണ്ട് അത് പരിഗണിച്ച് ജാമ്യം കൊടുക്കണമെന്നൊക്കെ ആ ജാമ്യത്തിന് ഇതിൽ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ ഒരു കോമൺ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. തീവ്രവാദം ചെയ്യുന്നവരൊക്കെ മാനസിക രോഗികളെ എല്ലാവരും നോക്കിയൊക്കെ അത് ഒരു പ്രത്യേക സ്പെഷ്യൽ കമ്മ്യൂണിറ്റി അതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ, അതായത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി എന്തെങ്കിലും ഈ ടെറർ ലിങ്കായിട്ട് എന്തെങ്കിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു നെറേറ്റീവ് വരും, മാനസിക രോഗിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് വരും. അതൊരു നല്ലൊരു പ്രവണതയല്ല. പോലീസ് അതിനെ ഒരിക്കലും എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് രാഘവൻ നമ്പൂതിരിമാർ ഭാവിയിലും ഉണ്ടായേക്കാം. എന്ത് തന്നെയായാലും ഈ മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി പുള്ളിയുടെ ആക്ടിവിറ്റീസ് എല്ലാം കൺസോളിഡേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ മീനല്ല, ഇവിടെ പലതും എന്തോ വലിയൊരു സംഭവം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അതെന്താണെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിട്ടുണ്ടാവും. എല്ലാം എന്താ പറയേണ്ടത്, ഫുള്ള് ചോദ്യം ചെയ്തിട്ട് അവൻ്റെ എല്ലാ ഡീറ്റെയിൽസും എന്താ പറയുക അവർ പിഴിഞ്ഞെടുത്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി ചെറിയ കേസല്ല, വലിയ എന്തോ ഇതിൻ്റേതായിട്ട് ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റമാണ് ഇപ്പോൾ കാണുന്നത്. കേരളത്തിൽ എന്തോ വലുത് സംഭവിക്കുന്നതിന് മുന്നേ തന്നെ പോലീസ് പിടിച്ചത് എന്തായാലും നന്നായി. അവനങ്ങോട്ട് ഫോൺ ചെയ്യാൻ തോന്നിച്ചത് ഈശ്വരാനുഗ്രഹം. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ വിവരങ്ങളും പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം, മറ്റൊരു വീഡിയോ കാണാം.